എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സാമിനേഷന് വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് വിതൗട്ട് യൂസിങ് strlen ഫംഗ്ഷൻ. അപ്പോൾ നമുക്കറിയാം ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ strlen എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഡയറക്റ്റ്ലി ആ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് കിട്ടും. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാതെ നമുക്ക് സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ പ്രോബ്ലം. ഇതാണ് നമ്മുടെ സോഴ്സ് കോഡ്. ഹാഷ് ഇൻക്ലൂഡ് IOStream ഹെഡർ ഫയൽ യൂസിങ് നെയിം സ്പേസ് std സെമിക്കോളൻ. പിന്നീട് മെയിൻ ഫംഗ്ഷൻ, അതിൽ നമ്മൾ char str of 20 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഇൻഡ് i, ലെങ്ത് ഈക്വൽ ടു 0. നമുക്കറിയാം ഇവിടെ രണ്ട് വേരിയബിൾസ് ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, i അതുപോലെ ലെങ്ത് ഈക്വൽ ടു 0. ലെങ്ത് എന്ന് പറയുന്ന പാരാമീറ്റർ ഉപയോഗിച്ചിട്ടാണ് സ്ട്രിങ്ങിന്റെ ലെങ്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ലെങ്ത് കാണുമ്പോഴും ലെങ്ത്തിന്റെ വാല്യൂ 0ൽ നിന്ന് 1 ആവും, പിന്നീട് 2 ആവും, അഡീഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇനിഷ്യലി നമ്മൾ അതിന്റെ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചത്. ക്ലിയർ ആയല്ലോ? cout എൻ്റർ ദ സ്ട്രിങ്. ഇനി സ്ട്രിങ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നതാണ് scene.getLine of str, 20 എന്ന് പറയുന്നത് എന്താ, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത അറേയുടെ സൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സ്ട്രിംഗ് എന്ന് പറയുന്നത് ഹലോ വേൾഡ് എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഹലോ കഴിഞ്ഞതിന് ശേഷം ഒരു സ്പേസ് ഉണ്ടാവും. സ്പേസ് കഴിഞ്ഞതിന് ശേഷമാണ് വേൾഡ് എന്ന് പറയുന്ന സ്ട്രിംഗ് വരുന്നത്. അപ്പോൾ ഈ സ്പേസ് ഉൾപ്പെടെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് റീഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്, scene.getLine of str of 20. പിന്നീട് ഈ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം cout ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് ഈസ് ലെങ്ത് എന്ന് പറയുന്ന വേരിയബിളിൽ സ്ട്രിങ്ങിന്റെ ലെങ്ത് ഉണ്ടാവും, അതോടെ പ്രിന്റ് ചെയ്യുന്നു, ദെൻ റിട്ടേൺ 0. ഇനി എങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ലൂപ്പ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതൊരു ഐഡിയ മനസ്സിലാക്കി തരാനായിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഒരു സ്ട്രിംഗ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഹലോ എന്ന് പറയുന്ന സ്ട്രിംഗ് ആണ് നിങ്ങൾ എൻ്റർ ചെയ്തത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് 4 പൊസിഷൻ, അതായത് 0, 1, 2, 3, 4 ഈ പൊസിഷൻസിലായിട്ടായിരിക്കും ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റോർ ആവുന്നത്, HELLO. അവസാനം വരുന്ന ഫിഫ്ത്ത് പൊസിഷനിൽ എന്താ, \0, ഒരു നൾ ക്യാരക്ടർ. നമുക്കറിയാം C++ൽ ഒരു അറേയുടെ ഒരു സ്ട്രിങ്ങിന്റെ എൻഡ് എപ്പോഴും സൂചിപ്പിക്കുന്നത് നൾ ക്യാരക്ടർ ഉപയോഗിച്ചിട്ടാണ്. നൾ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ, \0. തെറ്റിപ്പോരുത്, \o അല്ല, \0. ഇതാണ് നൾ ക്യാരക്ടർ, അറേയുടെ എൻഡ് സൂചിപ്പിക്കുന്നത്. നമ്മളിവിടെ ലൂപ്പിൽ എന്താ ചെയ്യുന്നത്, ഓരോ പ്രാവശ്യം ഇത് നൾ ക്യാരക്ടർ ആണോ, നൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രിങ്ങിന്റെ അവസാനമായി. ഇപ്പോൾ സ്ട്രിങ്ങിന്റെ അവസാനമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അവസാനമല്ലെങ്കിൽ ലെങ്ത്തിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും, അല്ല എങ്കിൽ നമ്മൾ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഇതേ രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊന്ന് ലൂപ്പിലേക്കൊന്ന് കടക്കാം. ഇവിടെ ഇനിഷ്യലി നമുക്കറിയാം ഐയുടെ വാല്യൂ 0 ആണ്. സോ ഐയുടെ വാല്യൂ 0 ആവുമ്പോൾ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്, str of i not equal to null character. ശ്രദ്ധിക്കുക, \0. ഇവിടെ str of i not equal to null character ആണ്. h എന്ന് പറയുന്നത് null character ആണോ, അല്ല. അപ്പോൾ ലെങ്ത്തിന്റെ വാല്യൂ 0 ആയിരുന്നത് ലെങ്ത്തിന്റെ വാല്യൂ 1 ആയിട്ട് മാറും. ഇനി അടുത്ത ഇറ്ററേഷനിൽ ഐയുടെ വാല്യൂ 1 ആണ്. 1 ആകുമ്പോൾ str of i not equal to null character ആണ്. എഗെയിൻ എന്ത് സംഭവിക്കും, ലെങ്ത്തിന്റെ വാല്യൂ 1ൽ നിന്ന് 2 ആയിട്ട് മാറും. അടുത്ത ഇറ്ററേഷനിലേക്ക് വരുമ്പോൾ ഐയുടെ വാല്യൂ 2 ആണ്. ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ എഗെയിൻ ചെക്ക് ചെയ്യും, str of 2 not equal to null character ആണ്. അപ്പോൾ ഐയുടെ ലെങ്ത്തിന്റെ വാല്യൂ 2ൽ നിന്ന് 3 ആയിട്ട് മാറുന്നു. എഗെയിൻ തേർഡ് ഇറ്ററേഷൻ വരുമ്പോൾ അടുത്ത ഇറ്ററേഷനിൽ ഐയുടെ വാല്യൂ 3 ആണ്. str of i not equal to null character ആണ്. സോ ലെങ്ത്തിന്റെ വാല്യൂ 3ൽ നിന്ന് 4 ആയിട്ട് മാറും. തൊട്ട് അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ str of i not equal to null character ആണ്. സോ ലെങ്ത്തിന്റെ വാല്യൂ 4ൽ നിന്ന് 5 ആയിട്ട് മാറും. ഇനി അടുത്ത ഇറ്ററേഷനിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, str of i not equal to null character ആണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ str of i equal to null character ആണ്. അപ്പോൾ നമ്മുടെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. സോ ലെങ്ത് എന്ന് പറയുന്ന വേരിയബിളിൽ 5 എന്ന വാല്യൂ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുന്നത്. അതായത് ഈ അറേയുടെ സൈസ് അതായത് ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് ആയ 1, 2, 3, 4, 5 എന്ന വാല്യൂ ആയിരിക്കും ലെങ്ത് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഈ വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ലോജിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി മാത്രം പഠിച്ചാൽ മതി. പ്രോഗ്രാം ടൈപ്പ് ചെയ്തു, അതിനുശേഷം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ സ്ട്രിംഗ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹലോ എന്ന് പറയുന്ന സ്ട്രിംഗ് ഇവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5, ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് ഈസ് 5. നമുക്കൊന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ബിനൂസ് ട്യൂട്ടോറിയൽ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന 15 ആണ് സൈസ്. അതായത് 1, 2, 3, 4, 5
6, 7, 8, 9, 10, 11, 12, 13, 14, 15. അതായത് ആ സ്പേസ് ഉൾപ്പെടെയുള്ള വാല്യൂ ആണ് ഇവിടെ 15 എന്ന ഔട്ട്പുട്ട് ആണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്